ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് DTP മലയാളം ടൈപ്പിംഗ് തേർഡ് പാർട്ട്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നോക്കുന്നത് കൂട്ടക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളും അതോടൊപ്പം ചിഹ്നങ്ങളും. ഇന്ന് ഞാൻ ബോർഡിൽ എഴുതുന്നില്ല, കാരണം ചിഹ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓൾറെഡി ഞാൻ ടൈപ്പ് ചെയ്ത വീഡിയോസാണ് കാണിക്കുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നമുക്ക് കൂട്ടക്ഷരങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ഷിഫ്റ്റ് യു ഡി കെ ഗ. നെക്സ്റ്റ് വൺ ഷിഫ്റ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഡി സെമിക്കോളൻ ജ. ദെൻ ഷിഫ്റ്റ് സി ഡി പ്ലസ് ഡിക്റ്റോ. ഷിഫ്റ്റ് സി ഡി ഡിക്റ്റോ ഡ. Another one V D V na. Then C D C ma. ഇതുപോലെ എല്ലാ കൂട്ടക്ഷരങ്ങളും ടൈപ്പ് ചെയ്ത് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ചില്ലക്ഷരങ്ങൾ. ഫസ്റ്റ് വൺ ക്ലോസിംഗ് ബ്രാക്കറ്റ്, ദെൻ ഷിഫ്റ്റ് പ്ലസ് ഗ്രേറ്റർ ദാൻ, then shift plus x, and then shift plus v, and then shift plus 8. ഓക്കെ, ചില്ലക്ഷരങ്ങൾ. അടുത്തത് നമുക്ക് ചിഹ്നങ്ങൾ നോക്കാം. അത് നമുക്ക് ഒരക്ഷരം എടുത്തിട്ട് നോക്കാം. നമുക്ക് ഏത് അക്ഷരമാണോ ചിഹ്നങ്ങൾ ചേർത്ത് ടൈപ്പ് ചെയ്യേണ്ടത് ആ അക്ഷരം അടിച്ചതിന് ശേഷം ഈ പറയുന്ന കീസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ചിഹ്നങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു അക്ഷരം എക്സാമ്പിളായിട്ട് എടുക്കാം. ക. ക എന്നുള്ളതിന് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് കെ ആണ്. സോ ഇതിന് നമുക്ക് ചിഹ്നങ്ങൾ ആഡ് ചെയ്യാം. കെ പ്ലസ് ഇ സി ക. അതിനുശേഷം കെ പ്ലസ് എഫ് കി. കെ പ്ലസ് ആർ കി. കെ പ്ലസ് ജി കു. കെ പ്ലസ് ടി കു. then k plus plus kr. like this എല്ലാ ചിഹ്നങ്ങളും നമുക്ക് അടിച്ചെടുക്കാം. ഇത് കാക്ക് പകരം വേറെ അക്ഷരങ്ങളുടെ കൂടെ ഇതേ കീസ് തന്നെയാണ് ചിഹ്നങ്ങൾ കിട്ടാൻ വേണ്ടി ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ,
3 ക്ലാസ്സുകളിലായിട്ട് മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളത് സ്വയം ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഏതെങ്കിലും അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അക്ഷരങ്ങൾ വിട്ടുപോയില്ല, ബട്ട് ചിഹ്നങ്ങളോ കൂട്ടക്ഷരങ്ങളോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഇപ്പോൾ ഈ പഠിച്ചത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി കണ്ടുപിടിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ക്ലാസ് കണ്ട എല്ലാവർക്കും നന്ദി. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.